ശ്രീ ജോസഫ് സി മാത്യു, അങ്ങ് നേരത്തെ പറഞ്ഞു ഈ കേസിൽ UAPA ചുമത്താവുന്നതാണ്. ഈ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. സ്ഫോടക വസ്തു അടക്കം ഉപയോഗിച്ചിട്ടുള്ള ദേശ സുരക്ഷയ്ക്കെതിരായ സംഭവ വികാസം എന്ന നിലയിൽ, നിയമവിരുദ്ധ പ്രവർത്തനം എന്ന നിലയിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെ പലതുമുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്കിനെ പറ്റി ആക്ഷേപമുണ്ട്. ഇതിൽ ഒരു കൂടുതൽ വിപുലമായ അന്വേഷണത്തിന്റെ ആവശ്യം എത്രത്തോളമുണ്ട്? മധു, ഈ അന്വേഷണം എന്ന് പറയുന്നത് മുന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമ്മൾ ഈ ഉന്നതരായ നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന ഈ അസ്വസ്ഥതകൾ എല്ലാം. അപ്പോൾ നമ്മൾ ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് ആവശ്യവുമാണ്. നമ്മൾ ഇപ്പം പ്രകാശ് ബാബു ഇവിടെ പ്രതിരോധം എന്ന് വിളിച്ചു. രക്ഷാപ്രവർത്തനം പോലെ മറ്റൊരു പദമായി കരുതിയാൽ മതി. നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമികമായി ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ബാധ്യതയാണ്. ഇത് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനമാണ്, നമ്മുടെ ഭരണഘടനയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഭരണം നടക്കുന്നത് എങ്ങനെയാണ്? ഇവർ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്കുള്ള മാധ്യമങ്ങളാണ്. കടക്ക് പുറത്തെന്ന് പറയുന്നത് ജനങ്ങളോടാണ്. നിങ്ങൾ അറിയണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് മീറ്റിങ്ങാണ് നടത്തുന്നത്? അവിടെ ഇവർ രണ്ടുപേരും കൂടെ കൂടിയിരിക്കുക. ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ഒരു മീറ്റിംഗ് നടന്നതിനെക്കുറിച്ചാണ് ഈ 2.5 വർഷമായിട്ട് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഭരണം അങ്ങ് ശ്രീ എമ്മിനെ ഏൽപ്പിക്കാം. അല്ലെ അവിടുത്തെ അതുപോലെ ആരുടെയെങ്കിലും 2 പാത ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഭരിക്കട്ടെ, നമുക്ക് മുഖ്യമന്ത്രി വേണ്ട. അപ്പോൾ ഇവിടെ ഭരണഘടനയോ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമോ നിയമം വഴി സ്ഥാപിതമായ ഒരു രാജ്യം എന്നാണല്ലോ നമ്മൾ പറയുക. അതൊന്നും അല്ല നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നത്. മറ്റ് ചില രഹസ്യ ചർച്ചകളാണ് ഇവിടെ തരുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ വിഷയങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സിദ്ധാർത്ഥനെ തല്ലിക്കൊല്ലുന്നു, അത് കഴിഞ്ഞ് ഇവിടെ ബോംബ് നിർമ്മിക്കപ്പെടുന്നു, കരിവന്നൂരിലെ വിഷയങ്ങൾ നമുക്കറിയാം, മാസപ്പടി വിഷയങ്ങൾ നമുക്കറിയാം. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വം ഒന്നും ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയല്ലേ? ഇങ്ങനെ ഒരു ന്യായീകരണം മാത്രമായിട്ട് ഇപ്പോൾ പോലീസിനെതിരായിട്ട് പ്രതികരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ. പോലീസ് പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്തതും കൂടെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കാനാണ് ഈ പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഇതിനെ ഒന്നും CPM-ന്റെ നേതാക്കന്മാർക്ക് പോലും ഇതൊരു ഗുണ്ടാ സംഘമാണ് ചെയ്യുന്നതെന്നല്ലാതെ കോൺഗ്രസ് ആണ് ചെയ്തതെന്ന് ആരോപിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ സാമാന്യ ബുദ്ധി അതിനെ അനുവദിക്കുന്നില്ല. നമ്മൾ ചർച്ചയിൽ ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് ഇത് കോൺഗ്രസ് ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുകയാണെന്നാണ്. ഞാൻ സഹപാനലിസ്റ്റുകളെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും പറയാറില്ല. ഇങ്ങനെ CPM-നെ സ്നേഹിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ നാട്ടിലെ കണ്ണും കാതുമുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മറുഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മുതൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കരിവന്നൂർ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ കഴിയുക? കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറയുന്നു, എന്നെ വഞ്ചിച്ചാലും എൻ്റെ പാർട്ടി എന്നെ വഞ്ചിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ പണം കിട്ടുന്നില്ല, കൊടുത്ത പണം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഴുവൻ സമ്പാദ്യവും അവിടെ ഏൽപ്പിച്ചതെന്ന് പറയുന്നു. ഈ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുക? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പലപ്പോഴും ഇവിടെ പറയും. ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പകരം കുറേ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി ആരെ പേടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്? എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? എന്നിട്ട് ഇവർ ക്രിമിനലുകളാണെന്ന് പറയാം. ഈ ക്രിമിനലുകളെല്ലാം വഹിച്ചുകൊണ്ട് എന്തിനാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ധാരാളം ക്രിമിനലുകളെ വഹിക്കുന്നില്ലേ? TP ചന്ദ്രശേഖരൻ്റെ കേസിലെ ക്രിമിനലുകൾക്കെല്ലാം എന്തായി? ശ്രീ കുഞ്ഞനന്തൻ്റെ കാര്യം എന്തായി? അദ്ദേഹത്തിന് മരണാനന്തരം ശിക്ഷ ലഭിച്ചില്ലേ? അങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം മരിച്ചു പോയതിന് ശേഷം ഹൈക്കോടതി അദ്ദേഹത്തിന് പിഴശിക്ഷ വിധിച്ചില്ലേ? ഇങ്ങനെ പോയിട്ട് എന്നിട്ട് പോലും അദ്ദേഹത്തെ ചുമന്നുകൊണ്ടല്ലേ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഇതാരെ പേടിപ്പിക്കാം എന്നാണ് ഈ പാർട്ടി ധരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് CPIM എന്നുള്ള പാർട്ടിയാണ്. ഞാൻ BJP-യിൽ നിന്നത് പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. BJP ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലല്ലേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും എങ്ങനെയാണ് പശു സംരക്ഷണം എന്നുള്ള പേരിൽ മറ്റു പല പേരിൽ എങ്ങനെയാണ് ഈ കലാപങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ ഒരു പാർട്ടിക്കെതിരായിട്ടായിരിക്കില്ല. അപ്പോൾ അതിനെതിരായി ഒരു രാജ്യം ശക്തമായി പ്രതികരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ
അതിനെ പ്രതിരോധിക്കാം എന്നുള്ള വാഗ്ദാനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പാർട്ടികൾ ഇതുപോലെ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കിയും മറ്റുമൊക്കെ പ്രതികരിക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് ഇതിനെ ജനങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോ ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ റെജി ലൂക്കോസ് ആരോപിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സമാധാന യാത്രയ്ക്ക് ഇത്രയും ആളെ കൂട്ടാൻ കഴിഞ്ഞത് സംശയിക്കേണ്ടതല്ലേ, അപ്പോൾ ഇവരൊരു ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടേണ്ടത് എന്നൊക്കെ. ഈ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളൊക്കെ ഈ നാട്ടിൽ സമാധാനം വേണമെന്ന് വിചാരിക്കുന്ന എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നതും ചോദിക്കുന്നതുമായ ഒരു കാര്യം. അവനവന്റെ കൈയും തലയും പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇതുണ്ടാക്കുന്നത്, ഇത് ആർക്കെതിരെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ആർക്കെങ്കിലും എതിരെ, നിരപരാധികൾക്കെതിരെ, നിസ്സഹായർക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിൽ നാട്ടിൽ മുക്കിന് ഇവിടെ ഇപ്പോൾ ഒരു യുവാവ് മരിച്ചത് കൊണ്ട് ഇതൊരു വലിയ വിവാദമായതുകൊണ്ട് അറിയുന്നു എവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്നതൊരു ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമല്ലേ? മാധു, ഇത് വളരെ ഉയർന്ന നേതാക്കളുടെ മക്കൾ നേരിട്ടിതിൽ പങ്കാളികളായ കേസുകൾ നമുക്ക് ഓർമ്മയില്ലേ? ഇത് കുറേ നാളുകളായി തുടർന്നു വരുന്ന ഒരു കാര്യമല്ലേ? പിന്നെ എങ്ങനെയാണ് UDF അപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രകടനം നടത്തുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനുള്ള മറുപടി TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്ന് സാവു കോടിയേരി ബാലകൃഷ്ണൻ്റെ CPM-ൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന നിങ്ങൾ നോക്കിയാൽ മതി. UDF എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് അറിഞ്ഞത് എന്നൊക്കെയാണ് ആ ചോദ്യത്തിൽ പത്രക്കുറിപ്പിലുണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ രക്ഷാപ്രവർത്തനത്തിന് 2.5 കിലോമീറ്റർ ദൂരെയുള്ളവർ അപ്പോൾ 1 മിനിറ്റിൽ ഓടിയെത്തുന്നതിൽ അസ്വാഭാവികത ഒന്നും കാണുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ് 24 മണിക്കൂറിനകം പ്രതികരിച്ചതിലാണ് അസ്വാഭാവികത കാണുന്നത്. അസ്വാഭാവികത ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അവരങ്ങനെ ഗൂഢാലോചന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരട്ടെ, ആരാണതിന് തടസ്സം? പക്ഷേ അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ ആ പ്രദേശത്തെ ഘടന അറിയാവുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി അത് മറ്റ് ഗുണ്ടാ സംഘങ്ങളാണ്, ഇവർക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു, ഇപ്പോൾ അവർ മറ്റ് ക്രിമിനൽ നടപടികളിലാണ് ഏർപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ മാധു പറഞ്ഞതുപോലെ അല്ല ഞാൻ പറയുന്നത്. അങ്ങ് പൂർത്തിയാക്കും. അല്ല, ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ആ ഒരു പ്രദേശത്ത് പാർട്ടി അറിയാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ കറക്ഷൻ നടക്കേണ്ടത് പാർട്ടിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.